ഇദ്ദേഹത്തിന് ഇത്ര വേദനിക്കാൻ കാരണം ഇദ്ദേഹം ഒരു 2 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന, കാരണം ഒരു സിനിമ റിലീസ് ചെയ്യാന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് വളരെ വളരെ പണിപ്പെട്ട ഇതാണ്. കാരണം ഞാൻ 94-ൽ സിനിമ അഭിനയിക്കാൻ വന്ന ആ വർഷം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ. അന്നൊക്കെ വളരെ ഈസിയാണ് ഈ കാര്യം. അന്ന് നമുക്ക് നിങ്ങളുടെ കയ്യിലിരുന്ന കാശൊക്കെ കണ്ടിട്ട് എനിക്ക് പടം കൊടുക്കാം. ഇപ്പോൾ അലിയുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെന്ന് കണ്ടിട്ട്, എൻ്റെ സുഹൃത്താണല്ലോ, എനിക്ക് പടം കൊടുക്കാം. ഇന്നത് നടക്കില്ല. ഇന്ന് അവസാനം ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാൻ അനൗൺസ് ചെയ്തൊരു സിനിമയുടെ കാര്യം അടക്കം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയുടെ കാശ് മുതൽ കണ്ടിട്ട് വേണം ഇറങ്ങാൻ. കാര്യം മാറിപ്പോയി. അപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ഇദ്ദേഹത്തിൻ്റെ വേദനയാണ് ഈ പറഞ്ഞത്, പ്രൊഡ്യൂസറുടെ ഇവരുടെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ എഫർട്ടിനെ നമ്മൾ കളിയാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം പറയാം, പക്ഷെ അതൊരു കൊഞ്ഞാണം കുത്തുന്ന രീതിയിൽ അഭിപ്രായം പറയരുത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ കുട്ടി എന്നോട് ചോദിച്ചു, ഇപ്പം അഭിനയത്തിലൊക്കെ വളരെയധികം മാറിയിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. കാരണം ഇത് നമ്മളിങ്ങനെ മെനിക്കി കൊണ്ടുവരുന്ന സംഭവമാണല്ലോ. ആദ്യമേ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് കുറേ കഴിയുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് കളിയാക്കരുത്. അതിനൊരു ഒരു ബൗണ്ടറി ഉണ്ട്, അതിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അത്ര കാരണം ഇവരുടെ എഫർട്ടൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. കാരണം ആ ഒരു സിനിമ പുറത്തിറക്കാന്ന് പറഞ്ഞാൽ വളരെ ഇതുള്ള പണിയാണ് ഇല്ലേ? ഇപ്പം തന്നെ സിനിമകൾ തന്നെ ഇതുപോലെ പല ആൾക്കാരും പലതും പറഞ്ഞ് നമുക്ക് സിനിമകൾ ഇല്ലാതെയായി കേരളത്തിൽ. അല്ല, അത് പിന്നെ ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേര് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് വശ്വന്ത് കോക്ക് ചെയ്യുന്ന സിനിമകളെല്ലാം, അയാൾ പറയുന്നത് എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അയാൾക്ക് പറയാം, അയാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അത് അയാളുടെ അവകാശമാണ്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, അത് അയാളുടെ ഒപ്പീനിയനാണ്. ഹി ക്യാൻ ടോക്ക് ടു ഓഡിയൻസ്. ബട്ട് ആസ്കിങ് ടു യു, എന്തുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ സിനിമകളും ഹിറ്റായിട്ടുണ്ടോ? അയാൾ പറയുന്ന എല്ലാ സിനിമകളും നല്ലതാണോ? ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒപ്പീനിയനാണ്, അദ്ദേഹം കാണുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് സിനിമ അയാൾക്ക് നെഗറ്റീവ് പറഞ്ഞാൽ അയാൾക്ക് വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചിലപ്പോൾ സംസാരിച്ചിരിക്കും. അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എഫേർട്ടിനെയാണ് അയാൾ ചോദ്യം ചെയ്തത്. അയാൾക്ക് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിലെ കഥയിലോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും വിഷ്വലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കിങ്ങിൽ ഇഷ്യൂസോ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം പറയുന്നത് എന്താ, ഒരു ക്യാരക്ടർ വന്നു അയാൾ പോയി, ഇയാൾ പറയുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഫോൾട്ട് സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പോലും കാരണം ആ യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ക്രിട്ടിസൈസേഴ്സ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്ന്. സിനിമ കണ്ടിട്ടാണോ അദ്ദേഹം ഇത് റിവ്യൂ ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം പറയണ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അയാളൊരു വലിയ ടെക്നീഷ്യൻ ആയിരിക്കും, എന്നെക്കാട്ടും ബ്രില്യൻ്റ് ആണ്. എനിക്കറിയില്ല, ഞാനൊരു കോമൺ സെൻസ് ഉള്ള ഒരാളാണ്. അയാൾക്ക് അതിബുദ്ധിമാനാണ് അയാൾ. എങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാ സിനിമകളും അതുപോലെ ഇവിടെ ഹിറ്റായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അദ്ദേഹം നല്ലത് എന്ന് പറയുന്ന എത്രയോ സിനിമകളിലൂടെ ഔട്ടായിപ്പോയി. കഴിഞ്ഞ ദിവസം പോലും സംഭവിച്ചു. ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല ആരാണ് ഏതാണ് സിനിമ എന്നുള്ളത്. അത് സിനിമയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് എൻ്റെ എത്തിക്സ് ആണ്, ഞാനത് കീപ്പ് ചെയ്യുന്നു. ഇന്നത്തെ പിള്ളേർ യങ്സ്റ്റേഴ്സ് ഒരു റോപ്പിൽ ചെയ്യുന്ന ഒരു സാധനം അവർ കണ്ടുപിടിക്കുന്നുണ്ട്, അത് റോപ്പാണെന്ന് പറയാൻ. അങ്ങനത്തെ ഉള്ള പിള്ളേരുടെ മുമ്പിലേക്കാണ് നമ്മളെ സിനിമയായിട്ട് വരുന്നത്. അപ്പം നമ്മൾ റിയലായിട്ട് ചെയ്യുന്ന കാര്യം, ഇപ്പം ഞാനൊക്കെ ഫൈറ്റ് ചെയ്ത് 2 കൈ ഓടിച്ചിട്ടുള്ളതാണ്. എനിക്ക് കണ്ടമാനം പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. ഞാൻ അതൊന്നും ഈ അവസരത്തിൽ പറഞ്ഞാൽ അന്ന് ഫൈറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്ത് വീണ് ലാസ്റ്റ് ബോധം കെട്ട് കിടക്കുന്ന അവസരത്തിലാണ് ആ സിനിമ മതി എന്നും പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡ്യൂസർ പോയത്. എന്നൊരു ആശുപത്രി പോലും കൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല, അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അത് അന്നത്തെ കാലം. ഇന്നത് മാറിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പള്ളിച്ചട്ടം, ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത പടം, എന്തൊരു എഫർട്ടാണ് അവർ എടുക്കുന്നത് ആ പടത്തിന് വേണ്ടിയിട്ട്. ആ ഓരോ ഫൈറ്റിൽ ഓരോ ഷോട്ടിന് വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പല മാസ്റ്റർമാരുണ്ട്. എല്ലാം എൻ്റെയൊക്കെ അസിസ്റ്റൻസ് പിള്ളേരാണ് ഇപ്പോഴത്തെ വലിയ മാസ്റ്റർമാർ. ഞാനൊക്കെ ഇടികൊണ്ട് കിടക്കുന്ന സമയത്ത് ഈ ദയറായ മാസ്റ്ററിനെ, സുബ്രഹ്മ മാസ്റ്ററിൻ്റെയും കൽക്കണ്ട മാസ്റ്ററിൻ്റെയൊക്കെ അസിസ്റ്റൻസ് ആയിരുന്നു ഇന്നത്തെ വലിയ മാസ്റ്റർമാർ.
അപ്പോൾ അവരൊക്കെ ഇന്ന് പറയുന്ന ഷോട്ടുകളും അവരിന്ന് വെക്കുന്ന കാര്യങ്ങളും അതിനു വേണ്ടി ഇവർ ചെയ്യുന്ന എഫർട്ടുകളും ഇന്നിപ്പോൾ ഏതൊരു സെറ്റിൽ ചെന്നാലും നമ്മൾ ഒരു ക്രെയിൻ ഇല്ലാത്ത സ്ഥലമില്ല, ഒരു ട്രാക്ടർ ഇല്ലാത്ത സ്ഥലമില്ല, മറ്റേ എയർ, അതുപോലെ തന്നെ കാണുന്ന ഫെസിലിറ്റീസ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാനൊക്കെ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് വലയിലേക്കാണ് പറഞ്ഞ് വിശ്വസിക്കൂ. മാന്ത്രിക കുതിര എന്ന് പറഞ്ഞ സിനിമയിൽ ലാലു ലക്സേട്ടനടക്കം ഇങ്ങനെ വല പിടിച്ചേക്കാം. ഞാൻ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കിടന്ന് അന്നൊരു ബലൂണോ റോപ്പോ ഒന്നുമില്ല, ആ വലയിലേക്ക് ചാടി കാലൊടിഞ്ഞു. അത് എപ്പോഴായിരിക്കും ആ സാധനം എടുക്കുന്നത്? അവസാനം ലൈറ്റ് പോകുന്ന സമയത്ത് 6 മണിക്ക്. ഫിലിം ഉണ്ടാവില്ല, ഒരു 250 അടി ഫിലിമായിരിക്കും. അപ്പൊ പലപ്പോഴും ശശി മാസ്റ്റർ എടുത്തൊരു ബാബു സ്റ്റാർട്ട് ക്യാമറ ഇല്ല, സോറി സ്റ്റാർട്ട് ക്യാമറയിലാണ് ആക്ഷൻ എന്ന് പറയാൻ ഫിലിമില്ല. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ചാടിക്കൊള്ളണം, ആക്ഷൻ എന്ന് പറയുമ്പോൾ അത്ര ഫിലിം പോകും. അങ്ങനെ സിനിമ ചെയ്തു വന്ന ആൾക്കാർ നമ്മൾ. പക്ഷേ ഇപ്പം എന്തെല്ലാം ഫെസിലിറ്റീസ്. പണ്ടതുപോലെ തന്നെ കയറി കെട്ടിപ്പോക്കുന്ന സാധനമൊക്കെ ഒരു തോർത്ത് വെച്ചങ്ങ് കെട്ടിയിട്ട്, ഒരു തോർത്തിങ്ങനെ കെട്ടിയിട്ടാണ് ഈ കുളത്തിലിട്ട് പൊക്കണത് നമ്മൾ. അപ്പം മുകളിൽ ചെറുക്കി ശ്വാസം മുട്ടും. അതൊക്കെ മാറി. അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് വന്നു. അതോടൊപ്പം തന്നെ ഈ പ്രൊഡ്യൂസർ ഒരു പടത്തിന് വേണ്ടി കാശ് മുടക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, പണ്ടൊക്കെ എന്താണ് കേരളത്തിൽ ഈ കോമഡി സിനിമകൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്നത്. കോമഡി സിനിമകൾക്ക് വളരെ എളുപ്പമാണ്, കാരണം ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി കോമഡി പറഞ്ഞ ആൾക്കാർ ചിരിച്ചോളും. പക്ഷെ ഒരു ആക്ഷൻ സംഭവത്തിലേക്ക് വരുമ്പോൾ ഒരു കാറ് പൊട്ടണം, ആ കാറിന് കാശ് ചിലവാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏരിയ, ഞാൻ നാളെ പറഞ്ഞു, നമുക്കൊരു 14 സ്റ്റേഷനല്ലേ ഉണ്ടായുള്ളൂ. 14 റിലീസിംഗ് സ്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഇവിടെ നിന്ന് ഉത്തരാഖണ്ഡ് വരെ, ഞാനിപ്പോ ഇന്നാള് പോയപ്പോൾ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ നമ്മുടെ പടം കളിക്കുന്നു. സന്തോഷമായി. മലയാള സിനിമ അവിടം വരെ എത്തി. അപ്പൊ അങ്ങനെ വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ 11 ഫൈറ്റ് ഉണ്ട്. ആ 11 ഫൈറ്റിലും ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ കട്ടക്കുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്യാമറമാനും, അതുപോലെ തന്നെ അതിന്റെ കാശ് മുടക്കാൻ പ്രൊഡ്യൂസറും. ഏതൊരു ഡയറക്ടർക്കും സ്വപ്നം കാണാന്നേ, ഒരു ആർട്ടിസ്റ്റിനും സ്വപ്നം കാണാം. പക്ഷെ അത് പ്രാക്ടിക്കൽ ആകണമെങ്കിൽ അതിന്റെ പുറകെ ഒരു പ്രൊഡ്യൂസർ വേണം, സ്ട്രോങ് പ്രൊഡ്യൂസർ വേണം. ഞാൻ എടുത്തു പറയുന്നു, അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, മുടങ്ങണ കാശിന് ഒരു ട്യൂബ് അടിച്ച് പൊട്ടിച്ചാൽ ആ ഷോട്ട് ഒക്കെ അല്ലെങ്കിൽ കാശ് പോയി. ശരിയല്ലേ? അപ്പൊ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതിനെ ഞാൻ താങ്കളെ വിളിച്ചുകൂടി കിട്ടിയത്. കാരണം ഇതുപോലെ കാശ് മുടക്കി ഒരു പടം ചെയ്യാൻ ചങ്കൂറ്റമുള്ള ഒരാളെന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. ട്യൂബ് പോട്ടെ, പല സാധനം തകർന്നിട്ടുണ്ട്, ട്യൂബ് ഇപ്പൊ ഇത്രയാവുള്ളൂ. ചുരുളി സിനിമയിലെ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറഞ്ഞു വലിയ ആരോപണം ഉണ്ടായി. മലയാളം, അതായത് സിനിമയിൽ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറയാൻ പാടില്ല. പക്ഷേ സിനിമയിലെ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപരാധമാണ്. പക്ഷെ സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന മാന്യന്മാർ വളരെ മോശമായിട്ട് വാക്കുകൾ പറയും. പിന്നെ ഇതൊക്കെ വേറെ പണിയില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാൻ അധികാരം ഈ റിവ്യൂമാർക്കുണ്ടോ? അവരായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനതാ പറഞ്ഞ കാരണം എന്തല്ലേ, നമുക്ക് ഒരാളെ പരിഹസിക്കുന്നതിനൊരു പരിധിയില്ലേ? ഒരാളുടെ കഴിവ്, ആ കഴിവ് നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ ഇയാൾ എങ്ങനെയാണ് ഇതിങ്ങനെ ആയത്, ഇങ്ങനെ ആയതെന്ന് പറയുന്നൊരു കഷ്ടപ്പാടുണ്ട്. മനസ്സിലായില്ലേ? ആ കഷ്ടപ്പാടിനെ നമ്മൾ അളക്കണം, ഇല്ലേ? ഇപ്പം ഈ അടുത്തിടയ്ക്ക് മമ്മൂക്ക പറഞ്ഞൊരു വലിയൊരു കാര്യം. മമ്മൂക്ക പറഞ്ഞു, ഞാനിപ്പോൾ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ പണ്ട് ചെയ്ത എൻ്റെ ക്യാരക്ടേഴ്സിനോടാണ്. മനസ്സിലായില്ലേ? കാരണം മമ്മൂക്ക ഇപ്പം ഏത് ചെയ്താലും, ഇപ്പം എന്ത് പുതിയ ചെയ്താലും പുള്ളി ചെയ്തതിനോടാണ് പുള്ളി കോമ്പീറ്റ് ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സിന് ആ ബുദ്ധിമുട്ടില്ല. മമ്മൂക്കയുടെ ഏതെങ്കിലും പടം കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ഒരു സാധനം റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ, ഇപ്പം മമ്മൂക്ക ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത കളങ്കാവൽ തന്നെ. അപ്പം നമ്മൾ അതിനകത്ത് വില്ലന്, കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് തന്നെയാണ് ഈ പറഞ്ഞ പടവരുന്നത്. അപ്പം നമ്മൾ അവിടെ കുറച്ച് കാണാൻ പാടില്ല. ഇവരെല്ലാം ഈ പറയുന്നത്, ഞാൻ ഒരാളെ ഇതാക്കി, പക്ഷെ എനിക്ക് ഒരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ കഷ്ടപ്പാടുകളെ, എഫർട്ടുകളെ കാണാതിരിക്കരുത്. നിങ്ങൾ കളിയാക്കിക്കോ, പരിഹസിച്ചോ, ഈ പരിഹസിക്കുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ട് തന്നെ വരുള്ളൂ. പക്ഷെ ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ അവസാനം അത് ഇല്ലാതെയാക്കരുത്. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സിനിമ ഇറങ്ങിയല്ലോ സുഹൃത്തുക്കളെ, എത്ര സിനിമയാണ് ഇറങ്ങാതിരിക്കുന്നതെന്ന് അറിയോ? എത്ര സിനിമകൾ, എത്ര സ്വപ്നങ്ങൾ, ഇവരൊക്കെ എത്ര വർഷത്തെ എഫർട്ടാണ്. ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം, അയാൾ ആ പടത്തിന്റെ പൊങ്കാല എന്ന് എഴുതുന്നത് പോലെ ഇയാൾ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും. എൻ്റെ ഇതാണ് എൻ്റെ ടൈറ്റിൽ, എൻ്റെ ടൈറ്റിൽ ഇതാണ് പൊങ്കാല, വേണ്ട ഈ ലെറ്റർ, ആ എഫർട്ട് കാണാണ്ടിരിക്കല്ലേ. നിങ്ങൾ കളിയാക്കാൻ പേര് എളുപ്പമോ? ഈ പറയുന്നവരെല്ലാം സിനിമ പരീക്ഷിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, പരാജയപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ കളിയാക്കരുത്. നിങ്ങൾ എന്തേ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പറയാം, ഈ പറയുന്ന പോലെ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാം. പക്ഷെ ആ കളിയാക്കലിനൊരു
അളവുകോല് വെക്കണം. മലയാള സിനിമ പ്രതിസന്ധിയിലാണ് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. അതുമല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ. ഇത് റിയൽ നടന്നൊരു സംഭവം കൊണ്ട് നമുക്ക് അത് തന്നെ എഴുതിയേ പറ്റുള്ളൂ. ഞാനൊരു റൈറ്റർ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമൊക്കെ എന്തായാലും എഴുതണം. അത് മാറ്റി പുതിയ സ്റ്റൈലാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഈ പടത്തിനൊരു കാലഘട്ടവും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ രീതികളായിരിക്കുമല്ലോ നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ വിമർശനം കൊണ്ട് മാത്രം ഒരു പടം തോക്കൊന്നുമില്ല. ഇപ്പം നമ്മുടെ പടം തന്നെ ആയാലും ആളുകൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊള്ളാം, പടം അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും കാണണം. പിന്നെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുവേട്ടൻ പറഞ്ഞ പോലെ 11 ഫൈറ്റ് ഉണ്ട് ഈ പടത്തിൽ. എല്ലാം ഓരോ മാസ്റ്റർമാരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരു പടത്തിൽ 4 മാസ്റ്ററോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ബാബുവേട്ടനൊക്കെ മുന്നേ തൊട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബാബുവേട്ടനോട് വർക്ക് ചെയ്യുന്നത് അല്ലേ. പേഴ്സണലി ബന്ധമുണ്ടെങ്കിലും സിനിമയായിട്ട് ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഇതായിട്ട് കൂട്ടുന്നു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവനെ മിക്കവാറും കൊല്ലും, മനസ്സിലായി. കാരണം തൂക്കിറക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പം അഥവാ നഷ്ടം കുറച്ച് വന്നാലും നമ്മൾ സേഫായിട്ട് തന്നെ പോവും, കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരൊക്കെ ഓട്ടോമാറ്റിക് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയൊന്നും ഈ പടം കാണാതെ മാർട്ടിനെ മാർട്ടിനാക്കി ഒന്നും പറയാതെ പടം പോയി കണ്ടിട്ട് കറക്റ്റ് റിപ്ലൈ കൊടുക്കുക. പുള്ളിക്കാരനെ ട്രസ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഒരു ഓഡിയൻസ് ഉണ്ട്, പുള്ളിക്കാരൻ്റെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ടാണ് അത്രയും ആൾക്കാർ വിശ്വസിക്കുന്നത്. സോ പുള്ളിക്കാരൻ തന്നെ ഫിലിം കാണാതെ ക്യാരക്ടറിൻ്റെ പേരും ഇപ്പോൾ റിവ്യൂ എന്ന് പറയുന്ന ഒരാൾ ജോബ് എന്ന് ചോദിച്ചാൽ പടം ഫുള്ള് കണ്ട് A to Z കണ്ട് അതിൻ്റെ ഒരു ഷോട്ട് അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഓവർ ആക്ടിങ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. അതാണ് പുള്ളിക്കാരൻ്റെ ജോലി. സോ പുള്ളിക്കാരൻ അതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ അത് ചെയ്യാതെ വെറുതെ നെഗറ്റീവ് റിവ്യൂവും പറഞ്ഞ്, അല്ലാതെ ഇപ്പം മോശപ്പടങ്ങളെ പറ്റി നല്ല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെയല്ലല്ലോ കേട്ടോ. നമ്മൾ ഇഷ്ടംപോലെ സഫർ ചെയ്തിട്ടുണ്ട്. ഒരു 50-58 ഡേയ്സ് നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചേച്ചി ഒരു 2 to 3 ടൈംസ് പറഞ്ഞു ബൈ മൗത്താണ് നമ്മൾ ഈ ഫിലിം പ്രൊമോട്ട് ചെയ്തതെന്ന്. അത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഓൾമോസ്റ്റ് പടം 11 ടൈംസ് കണ്ടു നോക്കണം. ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ എന്നെ മിക്ക തിയേറ്ററിലും കണ്ടു കാണും. ഞാൻ എല്ലാ തിയേറ്ററിലും ഞാൻ ബൈ മൗത്താണ്, പ്ലീസ് ഈ പടം എല്ലാവരുടെ അടുത്തും പോയി പറയണേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ഫിലിമിന് ആൾക്കാരെ ഞാൻ കയറ്റുന്നത്. ഏത് പടത്തിലാണ് ആർട്ടിസ്റ്റ് ഇങ്ങനെ പോകുന്നത്? അതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.